ന്യൂസിലാൻഡിനെതിരായ ടി20 പരമ്പര ടീം ഇന്ത്യ ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിരുന്നു. 5 മത്സര ടി20 പരമ്പരയിൽ നിലവിൽ 3-0 മുന്നിലാണ് ടീം ഇന്ത്യ. ശേഷിക്കുന്ന 2 മത്സരങ്ങളിൽ ഇന്ത്യ പരീക്ഷണം നടത്താനായി തയ്യാറായേക്കും. 4ാം മത്സരം ബുധനാഴ്ചയാണ് ആരംഭിക്കാനായി പോകുന്നത്. ഈ മത്സരത്തിലേക്ക് ഒരു സർപ്രൈസ് നീക്കം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ കാണുമ്പോൾ ഓപ്പണിംഗ് റോളിൽ സഞ്ജു സാംസൺ ഒരവസരം കൂടി ടീം നൽകിയേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത്. കഴിഞ്ഞ 3 മത്സരങ്ങളിലും സഞ്ജു നിരാശപ്പെടുത്തിയിരുന്നു. ആദ്യ മത്സരത്തിൽ 10, 2ാം മത്സരത്തിൽ 6, അവസാന മത്സരത്തിൽ ഗോൾഡൻ ഡക്ക് എന്നിങ്ങനെയായിരുന്നു സഞ്ജുവിന്റെ സ്കോറിംഗ്. എന്നിരുന്നാലും വിശാഖപട്ടണത്ത് സഞ്ജുവിനെ ഒഴിവാക്കാനുള്ള സാധ്യതകളില്ല. സഞ്ജുവിന് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ഫോമിലേക്ക് എത്തുക എന്നത് തന്നെയായിരിക്കും ടീം മാനേജ്മെന്റിന്റെ ലക്ഷ്യം. അഭിഷേക് ശർമ്മയ്ക്ക് ഒരു മത്സരത്തിൽ വിശ്രമം നൽകാനായി ടീം തയ്യാറായിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതുതായി കാണുന്നത്. അഭിഷേകിന് പകരം സഞ്ജുവിനൊപ്പം ഇഷൻ കിഷൻ ടീം ഇന്ത്യയുടെ ഓപ്പണിംഗ് റോളിലേക്ക് എത്തുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് ഇഷൻ കിഷന്റെ ബാറ്റിംഗ് എങ്ങനെയാണെന്നുള്ള വിലയിരുത്തൽ കൂടി ഈ ഒരു നീക്കത്തിന് പിന്നിൽ ഉണ്ടായിരിക്കും. അഭിഷേകിന് വിശ്രമം അനുവദിച്ചാൽ ഫോമിലേക്ക് തിരിച്ചെത്തിയ സൂര്യകുമാർ യാദവ് 3ാം നമ്പറിലായിരിക്കും കളിക്കുന്നത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും സൂര്യ ഹാഫ് സെഞ്ചുറി പ്രകടനങ്ങളായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. സുപ്രധാന മാറ്റമായി ടീം ഇന്ത്യയുടെ ഏറ്റവും പുതിയ പ്ലേയിങ് 11 അപ്ഡേറ്റുകളിൽ പറയുന്നത് ശ്രേയസ് അയ്യർ 4ാം സ്ഥാനത്ത് ബാറ്റിംഗിലേക്ക് എത്തുമെന്നുള്ള ഒരു കാര്യമാണ്. തിലക് വർമ്മയ്ക്ക് പകരമായിരുന്നു അയ്യർ ടീമിലേക്ക് എത്തിയിരുന്നത്. ദീർഘനാളുകൾക്ക് ശേഷമാണ് ടി20യിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തിയിരുന്നത്. ശ്രേയസിന്റെയും സൂര്യയുടെയും ബാറ്റിംഗ് സ്ഥാനങ്ങൾ മാറാനും സാധ്യതകളുണ്ട്. ഓൾറൗണ്ടറായി 5ാമൻ ഹർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും എത്തുന്നത്. പരമ്പരയിൽ ബാറ്റ് ചെയ്യാൻ ഹർദിക്കിന് വേണ്ടുവോളം അവസരം ലഭിച്ചിരുന്നില്ല. ഫിനിഷർ റോളിൽ റിങ്കു സിംഗ് തന്നെയായിരിക്കും തുടരുന്നത്. ഫിനിഷിംഗ് റോളിൽ തിളങ്ങുന്ന റിങ്കുവിന് പരമ്പരയിൽ വേണ്ടുവോളം അവസരം ലഭിച്ചിട്ടില്ല. പരിക്കിനെ തുടർന്ന് 2ഉം 3ഉം ടി20 മത്സരങ്ങളിൽ പുറത്തായിരുന്ന അക്സർ പട്ടേൽ 4ാം ടി20യിൽ ടീം ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതുതായി കാണുന്നത്. പേസ് ഓൾറൗണ്ടർ ഹർഷിത് റാണ ടീമിലെ സ്ഥാനം നിലനിർത്തും. സ്പിൻ ബൗളിംഗിൽ കഴിഞ്ഞ മത്സരത്തിൽ 2 വിക്കറ്റ് നേടി രവി ബിഷ്ണോയും സ്ഥാനം നിലനിർത്തും. 3ാം ടി20യിൽ പ്ലെയർ ഓഫ് ദി മാച്ചായ ജസ്പ്രീത് ബുംറ പേസ് ബൗളിംഗ് ലൈനപ്പിന് നേതൃത്വം നൽകുമ്പോൾ ഇടങ്കയ്യൻ പേസർ അർഷ്ദീപ് സിംഗും ടീമിനൊപ്പം ചേരുമെന്നാണ് 4ാം ടി20യുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ പ്ലേയിങ് 11 അപ്ഡേറ്റുകളിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ടീം ഇന്ത്യയുടെ കംപ്ലീറ്റ് പ്ലേയിങ് 11 പരിഗണിക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ, ഇഷൻ കിഷൻ, സൂര്യകുമാർ യാദവ്, ശ്രേയസ് അയ്യർ, ഹർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, അക്സർ പട്ടേൽ, ഹർഷിത് റാണ, രവി ബിഷ്ണോയ്, ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ് എന്നിവരായിരിക്കും ടീമിന്റെ പ്ലേയിങ് 11 ഉണ്ടായിരിക്കുക.